പക്ഷേ നമ്മൾ ഇപ്പം എനിക്കറിയാം ഫിറോസിനാണെങ്കിലും കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു ഓൺട്രപ്രണർ കമ്മ്യൂണിറ്റി അത് വളരെ ആക്റ്റീവാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ടല്ലോ ചുറ്റുമുള്ള ആളുകൾ ഓൺട്രപ്രണേഴ്സ് ഈ പറഞ്ഞ പോലെ ഫുൾ ടൈം ബിസിനസ്സിനകത്ത് നിൽക്കുന്നു. അവർ പലപ്പോഴും അതർ കാര്യങ്ങൾക്കുള്ള സമയം കിട്ടുന്നുണ്ടാവില്ല. എന്തൊക്കെ മിസ്റ്റേക്സ് ആയിരിക്കും ടിപ്പിക്കലി നമ്മൾ ചുറ്റും കാണുന്ന ഓൺട്രപ്രണേഴ്സ് ഇത് ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ, വർക്ക് ലൈഫ് ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ എന്തൊക്കെ മിസ്റ്റേക്സ് ആയിരിക്കും ജനറലി അവർ വരുന്നുണ്ടാവുക? ഫസ്റ്റ് വരാൻ പോകുന്ന കാര്യം അവരുടെ ഹെൽത്ത് ആയിരിക്കും. ഫസ്റ്റ് വരാം, കാരണം ഇത്രയും സ്ട്രെസ് എടുത്തു കഴിഞ്ഞ് നമ്മൾ എന്തിനാ ഇതൊക്കെ ഇത്രയും ഒരു പരിധി കഴിഞ്ഞ് നമ്മൾ ഒരു പൈസ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഇത്ര ബിസിനസ് വളർത്തുന്നത് എന്തിനാ? നമുക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ വാട്ട് ഇസ് ദ പോയിന്റ്? നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ജനറേഷനോ അവർക്കൊക്കെയാണ് അവർ നമ്മളെ നോക്കിക്കോളുന്നുള്ള മിഥ്യയായ ധാരണ ഇന്നത്തെ കാലത്ത് അതൊന്നും നടക്കാൻ പോകില്ല. അത് നടന്നിരുന്നു. കാര്യങ്ങൾ ലോകം മാറി, കാലം മാറി. ഇന്ന് ഇപ്പൊ നമ്മൾ പോസ്റ്റ് കോവിഡ് യുഗമാണ്. കോവിഡ് യുഗത്തിൽ നമുക്കറിയാം ആൾക്കാർ ട്രാവലിംഗിന് എത്രയും കൂടുതൽ ഇഷ്ടപ്പെടുന്നു, ലോകം എക്സ്പ്ലോർ ചെയ്യാനായിട്ട് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. അപ്പൊ എല്ലാം എന്റെ കൺമുന്നിൽ തന്നെ ഞാൻ വിചാരിച്ച പോലെ കാര്യങ്ങളെല്ലാം നടക്കാൻ പാടുള്ളൂ എന്ന് ചാടി പിടിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ഹെൽത്തിനെയാണ് ആദ്യം ബാധിക്കുന്നത്. പിന്നെ നമ്മുടെ പേഴ്സണൽ ലൈഫ്, അതായത് നമുക്ക് നല്ലൊരു ക്വാളിറ്റി സർക്കിൾ, ഫ്രണ്ട് സർക്കിൾ ഇല്ലാണ്ടായി മാറും. നമുക്ക് നല്ലൊരു ഫാമിലി ടൈം ഇല്ലാണ്ടായി മാറും. അപ്പോൾ അവരുടെ ഫ്രസ്ട്രേഷനും കൂടി നമ്മൾ കാണേണ്ടി വരും. നമുക്കൊരു ആവശ്യം വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഫ്രണ്ട്സ് നമ്മുടെ കൂടെ നിന്നോളുന്നില്ല. അതല്ലെങ്കിൽ ഫാമിലി നമ്മൾ ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ പോകുന്ന സമയത്ത് ഫാമിലി എന്ന് പറയുമ്പോൾ നമ്മുടെ ഭാര്യ മക്കൾ മാത്രമല്ല, അത് എക്സ്റ്റെൻഡഡ് ഫാമിലിയും കൂടി ഉണ്ട്. നമ്മൾ വി ആർ സ്റ്റിൽ പാർട്ട് ഓഫ് അങ്ങനെ ഒരു കൾച്ചറിലാണ് നമ്മളുള്ളത്. മാറി വരുന്നുണ്ട്, പക്ഷെ നമ്മളൊക്കെ ജീവിച്ചു വന്നത് അങ്ങനെയല്ല. എക്സ്റ്റെൻഡഡ് ഫാമിലി ഉണ്ട്. അപ്പൊ അവിടെ നമ്മൾ ഒറ്റപ്പെടും. നമ്മൾ ഒന്നിനും അവർക്ക് സമയമില്ല. അവരെ വിളിക്കാനോ അവരെ കാണാൻ പോകാനോ ഒന്നും സമയമില്ലെങ്കിൽ പിന്നെ എന്താ കാര്യം? ശരിയാണ്. അവിടെ ആ ലോസ് നമുക്ക് അവിടെ വരുന്നു. പിന്നെ ഇവിടെ ഇപ്പുറത്ത് ഉള്ള വേറൊരു പ്രശ്നം, ഇന്നത്തെ കാലത്ത് പണ്ടത്തെ പോലത്തെ എംപ്ലോയീസ് അല്ല, അവരുടെ മൈൻഡ് സെറ്റ് മാറിയിട്ടുണ്ട്. നമ്മൾ അവരുടെ മേൽ തന്നെ നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുമ്പോൾ അവർക്കൊരു ഡിസ്കംഫർട്ടാണ് അത്. ഉറപ്പായിട്ടും, തീർച്ചയായിട്ടും. ഇന്നത്തെ കാലത്ത് നമ്മൾ പിന്നെ കമ്പനിയിൽ ഇരുന്നിട്ട് മൈക്രോ മാനേജ് ചെയ്ത് ഇങ്ങനെ തന്നെ ചെയ്യണം, അത് നോക്കട്ടെ, ആ ഫയൽ എന്റെ അപ്രൂവലിന് ശേഷമേ അങ്ങനെ പോകാൻ പാടുള്ളൂ. എല്ലാത്തിനും നമ്മുടെ അപ്രൂവൽ, എല്ലാത്തിനും നമ്മുടെ കമ്പനിയിൽ പോകുമ്പോൾ അവർക്ക് ഡിസ്കംഫർട്ട് മാത്രമല്ല, നമുക്ക് ഗ്രോ ചെയ്യാനുള്ള ഒരു പരിധി കുറയുന്നു. ഇപ്പൊ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത ബിസിനസ്സുകൾ നോക്കിക്കോ. ഇപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ ബ്രാൻഡുകൾ, നമ്മുടെ മലയാളി ബ്രാൻഡുകൾ തന്നെ നോക്കുന്നത് മലബാർ ഗോൾഡ് ആയാലും ലുലു ആയാലും മാലിക്കാസ് ആയാലും എത്ര വലിയ ബ്രാൻഡുകളായാലും ഡീസെൻട്രലൈസ്ഡ് ആണ്. എന്നാലേ വളരും. അവര് തുടക്കത്തിലൊക്കെ ചിലപ്പോൾ നന്നായിട്ട് നോക്കിയിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് അവര് സിസ്റ്റം ഇൻ പ്ലേസ്, പ്രോസസ് ഇൻ പ്ലേസ്, പീപ്പിൾ ഇൻ പ്ലേസ്, ഇത് മൂന്നും കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ വി വിൽ നോട്ട് ഗ്രോ ബിയോണ്ട് എ പോയിന്റ്. പക്ഷെ അത് തെറ്റുന്നല്ല കേട്ടോ. ചിലവർക്ക് ദേ ആർ കംഫർട്ടബിൾ ദാറ്റ് വേ. അവർക്ക് ആ ഒരു ഗ്രോത്ത് മതി. ഞാൻ എന്റെ കൺമുന്നിലെല്ലാം പോകണമെന്നുണ്ടാവും. അതിൽ തെറ്റോ ശരിയോ എന്നുള്ളതല്ല. നമ്മൾ കാണുന്ന നമ്മളുടെ പെർസ്പെക്റ്റീവാണ്. നമുക്കത് എന്താ വേണ്ടതെന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്യാം. അത്രയേ ഉള്ളൂ.